ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരോട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് പവർഫുൾ ലയൺ ഗേറ്റ് പോർട്ടൽ ആണ് വരുന്നത്. ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി, അതായത് 8/8/2024 അല്ലെങ്കിൽ 8/8. നിങ്ങളിത് എപ്പോൾ കാണുന്നത്, ഏത് വർഷമാണ് കാണുന്നതെങ്കിലും ഇത് 8/8 ലയൺ പോർട്ടൽ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഓഗസ്റ്റ് 8, അതായത് 8/8 ഒരുമിച്ച് വരുന്ന ആ ഒരു ദിവസമാണ് ലയൺ ഗേറ്റ് പോർട്ടൽ. ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നമ്പർ 8 ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ കാർഡ്സും നമ്പർ 8 കാർഡ്സ് ആണ്. ഫസ്റ്റ് നമ്പർ 8 മഗ്നോളിയ, ഈ ഒരു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പൈൽ നമ്പർ 1. അതേസമയം ഈ ഒരു നമ്പർ 8, അതായത് 8 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഇത് പൈൽ നമ്പർ 2. ഇത് നമ്പർ 8 സ്ട്രെങ്ത് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 3. ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ് സ്റ്റാർട്ട്. പൈൽ നമ്പർ 1. ഓക്കെ, നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ 8/8 പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സംതൃപ്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പോർട്ടലാണത്. അപ്പൊ ഈ പോർട്ടൽ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ്, പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലയൺ പോർട്ടൽ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ബേസിൽ എനർജി, ഓക്കെ, ഐവി, മൂൺവേർട്ട് ആൻഡ് ഹെൻബെയിൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോർട്ടൽ നിങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുള്ള പോർട്ടലാണ്. കാരണം ജീവിതം തന്നെ നിങ്ങളെ മാറ്റി മറിക്കുന്ന ഒരു സാഹചര്യം. ഐവി എനർജി നിങ്ങൾക്ക് നമ്മൾ യൂഷ്വലി റിവേഴ്സ് കാർഡ് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാറില്ല. എന്നിരുന്നാലും ഈ ഒരു റീഡിംഗിൽ നമ്മൾ ഒരു റിവേഴ്സിൽ ഒരു സ്ട്രോങ് കണക്ഷൻ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു ലയൺ ഗേറ്റ് പോർട്ടൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐവി എനർജി റിവേഴ്സ്. അതായത് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ടേക്ക് പോവുക, നെവർ ഗീവ് അപ്പ് എന്നൊക്കെ പറയുന്നുണ്ടാവും ചില സാഹചര്യങ്ങളിൽ. പക്ഷെ നമ്മളുടെ വഴി അതല്ല എങ്കിൽ നമ്മൾ ഗീവ് അപ്പ് എന്നാണ് ഇവിടെ പറയാനുള്ളത്. കാരണം അതിനർത്ഥം നമ്മൾ ഗീവ് അപ്പ് ഓൺ അവർ സെൽഫ്, അതായത് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, ജീവിതം വിട്ടുകളയുക എന്നുള്ളതല്ല. ആ ഒരു പ്രത്യേക കാര്യം, ആ ഒരു പ്രത്യേക സാഹചര്യം, ആ ഒരു പ്രത്യേക കരിയർ, ആ ഒരു പ്രത്യേക ഫീൽഡ്, ആ ഒരു പ്രത്യേക വിദ്യാഭ്യാസ സമ്പ്രദായം ആയിരിക്കാം, അത് വിട്ടുകളയുക. കാരണം ഇനി അങ്ങോട്ടേക്ക് പടർന്നു പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇനി അതിൽ വളർച്ച, നിങ്ങൾ അതിൽ വളരുകയാണ് നിങ്ങൾ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിൽ മുന്നോട്ടേക്ക് പോയാൽ ഒരു വളർച്ചയല്ല തളർച്ചയാണോ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന എനർജി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ഇന്നൊരു ഫീൽഡിലാണ് നിങ്ങൾ കുറച്ചു നാളായിട്ട് ഇത് വിട്ടുകളയണം, ഇതെനിക്ക് പറ്റിയതല്ല എന്ന് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ജോലിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം, ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. ഇത് വിട്ടുകളയണം നിങ്ങൾക്ക് കുറെ നാളുകളായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ വിട്ടുകളയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് അതാണ്, യെസ്, ഇത് വിട്ടുകളയേണ്ടുന്ന സമയമാണ്. ഈ ഒരു ലയൺ ഗേറ്റ് പോർട്ടൽ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ വാതിൽ തുറന്നു തരുന്നത് പുതിയൊരു ജീവിതത്തിലേക്കാണ്. പുതിയൊരു ജീവിതത്തിലേക്ക് എന്ന് പറയുമ്പോൾ പഴയ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരിക, വിട്ടുകളയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നതെന്ന് പറയാൻ. അപ്പോൾ അത് ലയൺ ഗേറ്റ് പോർട്ടൽ തുറക്കുമ്പോൾ നിങ്ങൾ പലതും പഴയത് വിട്ടുകളഞ്ഞിട്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കുറച്ചുകൂടി എന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ബേസിൽ എനർജിയാണ് ഇവിടെ. ബേസിൽ എനർജി എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും നമ്മൾ പല കാര്യങ്ങളും അവസാനിപ്പിക്കുന്നു എന്ന് നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ജീവിതത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളും ആയിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പര്യവസാനം എന്ന് പറയുന്നത് എന്തിന്റെയാണ് എന്നുള്ളത് പലർക്കും പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ചെലവഴിക്കുന്ന സമയം, നിങ്ങളുടെ എനർജി, ടൈം ആൻഡ് എനർജി നിങ്ങൾ ചെലവഴിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾക്കല്ല, നല്ല കാര്യങ്ങൾക്കായിരിക്കില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾക്കാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുന്നത്, പക്ഷെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ഗുഡ് എനർജിയോട് കൂടിയിട്ടാണ്
മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, അവർ അതേ കാര്യത്തോട് കൂടിയിട്ടല്ല അത് എടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മുമ്പോട്ടേക്കുള്ള അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ജോലി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് സഹായം ചോദിക്കുന്നു. നിങ്ങൾ അവർക്ക് നിങ്ങളാൽ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക്, അതായത് നിങ്ങളുടെ ജോലി കഴിഞ്ഞ് എക്സ്ട്രാ അവർ എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സഹായം എന്നുള്ള രീതിയിലാണ്. പക്ഷേ നെവർ എവർ ഹെൽപ്പ് പീപ്പിൾ ഹു ആർ നോട്ട് അപ്രീഷിയേറ്റിംഗ് യുവർ വർക്ക്. ചില ആളുകൾ അതൊക്കെ അവന്റെ കടമയാണ്, ചില പാരന്റ്സ് പറയുന്നുണ്ടാവും, ചില ആളുകൾ പറയുന്നുണ്ടാവും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അതുപോലുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകൾ തിരിച്ചും അതേപോലെ തന്നെ അതിലൊന്നും ഒരു കാര്യമില്ല, അതേപോലെ തന്നെ നിങ്ങളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അതേപോലെ തന്നെ, അത് അളന്ന് തൂക്കി എന്നുള്ളതിലല്ല പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരാൾ ഇത്ര ചെയ്യുമ്പോൾ ഞാൻ ഇത്ര ചെയ്യും എന്നുള്ള രീതി ചെയ്യില്ലല്ലോ, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഹെൽപ്പിംഗ് അതേഴ്സ് ഇസ് ഗുഡ്. കാരണം ഇവിടുത്തെ എനർജി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു കുറച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ഒത്തിരി ആയിട്ട് കണക്കിലെടുക്കുന്ന ആളുകളെ, ഇപ്പോൾ തുളസി ഇന്ത്യൻ മിത്തോളജി റിലേറ്റഡ് ആയിട്ട് പറയുന്ന പഴയൊരു കഥയുണ്ട്. അപ്പോൾ തുലാഭാരം ചെയ്യുന്ന സമയത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ വെച്ചിട്ടും ശ്രീകൃഷ്ണന് തുലാഭാരം ഒന്നിനും അത് നിലനിർത്താനായിട്ട് പറ്റിയിട്ടില്ല. അതായത് അതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു തുളസിയുടെ ഇല വയ്ക്കുന്ന സമയത്ത് ആ കഥകൾ പലർക്കും അറിയായിരിക്കും. ആ ഒരൊറ്റ തുളസിയുടെ ഇല വയ്ക്കുമ്പോൾ തന്നെ തൂക്കം കറക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അത് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എവിടെയാണ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെയാണ് നിങ്ങൾ നിലനിൽക്കേണ്ടത്. അതിന് നിങ്ങളുടെ ബന്ധുവായാലും സഹോദരനായാലും സഹോദരിയായാലും അച്ഛനായാലും അമ്മയായാലും ഓഫീസിലായാലും. കാരണം ഇവിടെ ഒരു ടോക്സിക് ഓഫീസ് എൻവയറൻമെന്റ്, അതായത് നിങ്ങളുടെ തല വരെ കൊടുത്തിട്ടും അവരെ ഒന്നുമല്ല, അതൊക്കെ നിങ്ങളുടെ കടമയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് സമയം അതിക്രമിച്ചു എന്നാണ്. മൂൺ വോട്ട് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു ലയൺ പോർട്ടൽ ഗേറ്റ് ഓപ്പൺ ആവുമ്പോൾ പുതിയൊരു തുടക്കമാണ്, പുതിയൊരു താക്കോല് കിട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. ഇതൊരു ലിറ്ററലി താക്കോല് കിട്ടുന്ന എനർജി ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചില ആളുകൾ കൈകൊണ്ട് താക്കോല് വാങ്ങിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പുതിയ വീട് വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി വാടക വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് താക്കോല് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് പുതിയൊരു ഓഫീസ് നിങ്ങൾ പണിയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് താക്കോല് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശുഭമായിട്ടുള്ള താക്കോല് വാങ്ങിച്ച്, അതായത് ആദ്യത്തെ വലത് കാലം വെച്ച് കയറുന്ന ഒരു സാഹചര്യമാവും. ചില ആളുകൾക്ക് അത് താക്കോല് ഡയറക്റ്റ്ലി എന്നുള്ള രീതിയിലായിരിക്കില്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ വലത് കാലം വെച്ച് കയറുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാവാം. വിവാഹം നടക്കുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോർട്ടൽ ഓപ്പണിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ജീവിതം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി എടുത്ത് പറയുകയാണെങ്കിൽ ഹെൻബെയിൻ എനർജിയാണ്, സ്ട്രോങ് എനർജിയാണ്. കാരണം ഇതിവിടെ പറയുന്നത് നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ആണ്, അവാർഡ്സ്, റിവാർഡ്സ്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ആർട്ടിസ്റ്റിന്റെ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കലാകാരന്മാരോ കലാകാരിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പടം വരയ്ക്കുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പടങ്ങൾ വരച്ച് കാരിക്കേച്ചർ ചെയ്യുന്നവരാണ്, വരച്ചു കൊടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ അടുത്തപ്പോൾ ആളുകൾ വരും. അപ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന സമയമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്ത സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങളൊരു എക്സ്ട്രാ അവർ എടുത്തിട്ട് മറ്റൊരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന ആളുകളെ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പലരും അതൊന്ന് ചെയ്തു തരുമെന്ന് ചോദിക്കുന്ന ഒരാൾക്ക് അത് അയാളുടെ ആ ഒരു കാര്യം മാത്രമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പേര് ഇങ്ങനെ വരുമ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ ഒറ്റയാളാണ്. അപ്പോൾ നിങ്ങളുടെ ഒത്തിരി സമയമാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നിങ്ങൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നതും, അതായത് നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഒരിക്കലും വെറുതെ കളയരുത്. കാരണം ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നശിപ്പിക്കാനുള്ളതല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആളുകൾ ഒരിക്കലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് സർവീസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു തുക ഇട്ടിട്ട് തന്നെ കൊടുക്കുക. സോ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഫീ ഇത്രയാണ് എന്ന് പറയാം. ആര് ചോദിച്ചാലും ഫീ ഇത്രയാണ് എന്ന് പറയുമ്പോൾ അതിന് വില കൽപ്പിക്കാത്ത ആളുകൾ തിരിച്ചു വരില്ല. കാരണം അത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് അവരത് എടുക്കുന്നത്. പക്ഷെ അതിന് വാല്യൂ ചെയ്യുന്നവര് അതിന് വില പറയുമ്പോൾ വരുന്നു നിങ്ങളുടെ അടുത്തേക്ക്. മാത്രമല്ല അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകും. നിങ്ങൾ കൂടുതൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് സമ്പത്തോ ഫിനാൻസോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാ. മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം
നിങ്ങൾക്കതൊരു വാല്യൂ, ആഡഡ് വാല്യൂ കൂടിയാണത്. സർവീസ് ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്യാതിരിക്കുക. ഫ്രീ ആയിട്ട് ചെയ്യുന്നത് ചാരിറ്റി ആണ് എന്നുള്ളത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഫ്രീ ആയിട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യാം, അതും ബിസിനസിന്റെ ഭാഗമാണ്, അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള മെയിൻ തീം എന്ന് പറഞ്ഞു തന്നെ ഈ പറഞ്ഞ എനർജി ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആളുകൾ ഒരിക്കലും ചില സിറ്റുവേഷൻസ് മനസ്സിലാവില്ല, കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കാര്യമാണ്. അപ്പൊ ഒരാളൊരു സർവീസ് ഇൻഡസ്ട്രി ഒരു കാര്യം സർവീസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഒത്തിരി ആളുകൾക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഒത്തിരി ആളുകളിൽ എല്ലാവരും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെന്ന് ചോദിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. ഇവിടെ മാഗ്നോളിയ എനർജിയാണ്. മാഗ്നോളിയ എനർജി എന്ന് പറയുന്നത് തന്നെ ഇപ്പോ പറയുകയാണെങ്കിൽ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഏറ്റവും പഴയ കാലം മുതലുള്ളൊരു വൃക്ഷമായിട്ടാണ് ഈ മെഗ്നോളിയ കാണുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ്, 100 മില്യൺ ഇയേഴ്സ് അഗോ മുതൽ നാട്ടിലുള്ള, അതായത് നമ്മൾ ഡൈനോസേഴ്സിന്റെ എനർജി ഒക്കെ ഉള്ള സമയത്ത്, അതായത് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മരത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഒരു ഡിഗ്നിറ്റി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സംതിങ് ദാറ്റ് യു ഹാവ് ടു ലേൺ. നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ഡിഗ്നിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയിട്ടാണ്. അതേപോലെ കാലത്തിനൊത്ത് മാറുക എന്നുള്ളതാണ്. ഒരു കാലത്തിൽ ആളുകൾ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും ജീവിക്കാൻ പറ്റില്ല. അതായത് രാമായണത്തിന്റെ കാലത്ത്, അതായത് സത്യുഗത്തിൽ മനുഷ്യർ ജീവിച്ച പോലെയല്ല രാമൻ മര്യാദ പുരുഷോത്തമൻ എന്ന ആളുകൾ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് അതാണ് ആ ഒരു സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം കൃഷ്ണൻ വരുമ്പോൾ സ്വന്തം ബന്ധുക്കൾ, സ്വന്തം സഹോദരങ്ങൾക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ യുദ്ധത്തിൽ പല കാര്യങ്ങളും, യുദ്ധത്തിലും പ്രണയത്തിലും പലതും എവറിത്തിങ് ഇസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. ലയൺ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മുമ്പോട്ടേക്ക് പോവാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ഫയൽ നമ്പർ 1. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇനി നമ്മൾ ഫയൽ നമ്പർ 2ലേക്ക് കിടക്കാം. നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫയൽ നമ്പർ 2 ലയൺ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 8 ആണ് ലയൺ ഗേറ്റ് ഓപ്പണിംഗ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഒക്കെ എന്താണ് ഈ ഒരു ലയൺ ഗേറ്റ് ഓപ്പണിംഗ് ടൈമിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സ്ട്രാ കാർഡ് കൂടി വന്നിട്ടുണ്ട്. എനിവേ, സൺ എനർജി, കിങ് ഓഫ് സോർഡ്സ് എനർജി, ടെമ്പറൻസ് ആൻഡ് ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് വേൾഡ് കാർഡ്. വളരെ 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 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഫയൽ നമ്പർ 2. ഇൻഡീഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൺ കാർഡാണ് ആദ്യം തന്നെ പറയുന്നത്. ഈ ഒരു എനർജീസ് ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരോ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്നവരൊക്കെ നിങ്ങളുടെ കഴിവിനെ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കഴിവുണ്ടത് നിങ്ങൾ ആദ്യം വിശ്വസിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരും അത് വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലാണ് നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ. അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിശ്വാസം വരുന്നത്. ആദ്യം നിങ്ങൾക്ക് വിശ്വാസം വരിക എന്നുള്ള മെസ്സേജാണ്. ഈ ഒരു ലയൺ ഗേറ്റ് ഓപ്പണിംഗ് എനർജി നിങ്ങൾക്ക് വന്നിരിക്കുന്ന സൺ എനർജിയാണ്. സൺ ചിങ്ങം രാശിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന എനർജി സിംഹം ആണ്. സിംഹത്തിന്റെ അല്ലെങ്കിൽ ചിങ്ങരാശി സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു എനർജി. ഒന്നുകിൽ നിങ്ങൾ ലിയോ ആയിരിക്കാം, നിങ്ങളുടെ സോഡിയാക് സൈൻ അല്ലെങ്കിൽ ചിങ്ങം രാശിയിൽപ്പെട്ടിട്ടുള്ളവരായിരിക്കാം. അതുപോലെ ഈ ഒരു സമയം ലയൺ ഗേറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സോഡിയാക് സൈനോ അല്ലെങ്കിൽ ചിങ്ങം രാശിയിലോ ഒക്കെ പെട്ടിട്ടുള്ളവരുടെ എനർജി വളരെ സ്ട്രോങ് ആയിരിക്കും. ഇനി അതല്ലാത്തവരായതുകൊണ്ട് അങ്ങനെ അല്ല എന്നുള്ളതല്ല സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇത് സൂചിപ്പിക്കുന്ന ഈ ഒരു ലയൺ ഗേറ്റിന് വളരെയധികം പ്രത്യേകതകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ്. ഈ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആവുകയാണ്. നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് കാര്യത്തിലാണ് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പരിശ്രമിക്കുന്നു. ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക്, കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു.
പലർക്കും നിങ്ങളോട് ജലസി തോന്നുന്ന ലെവലില് നിങ്ങളെ ജീവിതത്തിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. അതായത് അവരെങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട്, എങ്ങനെ അവർക്ക് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം പലരും നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. പലർക്കും നിങ്ങളോട് ഭയമാണ് എന്ന് പറയാം. ആ ഒരു ലെവലിലേക്ക്, അതായത് ചില ആളുകൾ നമ്മൾ പറയും ഡോണ്ട് മെസ് വിത്ത് ദാറ്റ് പേഴ്സൺ, അതായത് ആ ആളോട് കളിക്കാൻ പോകരുത് കാരണം പണി മേടിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ പലരും മിണ്ടാതിരിക്കുന്ന ആളുകളെ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നവര് എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വളരെയധികം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലെ കോൺഫിഡൻസ്, ചില ആളുകൾ നിങ്ങൾ അഹങ്കാരികളാണ് എന്ന് പറഞ്ഞേക്കാം. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് അവർക്ക്, അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള സംസാരം അവർക്ക് പറ്റുന്ന ഒന്നായിരിക്കില്ല. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ആ ഒരു രീതിയിലേക്ക് കാണും. സോ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല. യു ഹാവ് ദ ഫ്രീഡം. അടുത്തിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തകൾ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നൗ യു ആർ ഫ്രീ. യു ഡോണ്ട് തിങ്ക് വാട്ട് അതേഴ്സ്, അല്ലെങ്കിൽ യു ഡോണ്ട് വോണ്ട് ടു തിങ്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങൾക്ക് നേരമില്ല. ബിക്കോസ് യു ആർ ബിസി. നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്നതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. കാരണം അതേ വളരെ വളരെ അതായത് ലൈഫിൽ ഒത്തിരി മുന്നേറ്റമാണ് കാണിക്കുന്നത്. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കരിയറിൽ നിങ്ങൾ വളരെ മുന്നോട്ടേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ കാണിക്കുന്നത്. കരിയറിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ജീവിതം എന്താണ്, ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മുന്നോട്ടേക്ക് പോകാം, ജീവിതം ചര്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ടേക്ക് പോകുന്നതാണ്. കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു ലയൺ പോർട്ടൽ മെയിൻലി നിങ്ങളെ സംബന്ധിച്ച് വളർച്ചയാണെന്നുള്ളത്, എല്ലാ മേഖലയിലും വളർച്ച ഉണ്ട് എങ്കിൽ കൂടി ഇത് സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത് ഫിനാൻസ് ആൻഡ് കരിയറിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കരിയറിൽ ഉയർന്നു പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ 8 എന്ന് പറയുന്ന 8 അതായത് ഓഗസ്റ്റ് 8 തീയതി എന്ന് പറയുന്ന 8 ടൈം പീരീഡ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉയരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാനും, പുതിയ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാനും, അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട്, പ്രൊമോഷന് വേണ്ടിയിട്ട് സംസാരിക്കാം. ഇനി നിങ്ങൾക്ക് കുറെ നാളായിട്ട് ഒരേ കമ്പനിയിൽ നിൽക്കുന്നു, ഒന്നും നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ബോസിന്റെ അടുത്ത്. ഈ ഒരു സമയം നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരത് സ്വീകരിക്കാൻ, ഓക്കെ പറയാനുള്ള ചാൻസസ് വളരെ കൂടുതലുമായിരിക്കും. അല്ലാതെ നിങ്ങൾ സ്ഥിരം പറയുന്ന പോലെ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആരും കണക്കിലെടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കോൺഫിഡന്റ് ആയിട്ട് നിന്ന് ഏതൊരു കാര്യം പറഞ്ഞാലും മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഈ ഒരു ടൈം പീരീഡിൽ. ആ ഒരു എനർജി അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യം കൂടിയിട്ടാണ്. പ്രൗഢിയും പ്രതാപം കൂടുതൽ വരുന്ന സമയമാണെന്ന് പറയാം. ഈ ഒരു പ്രൗഢിയും പ്രതാപം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ ലൈഫും നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. കാരണം സോഷ്യൽ ലൈഫിൽ നിങ്ങൾ വളരെയധികം മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. അതായത് സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ല, അതായത് നിങ്ങളുടെ സ്വകാര്യ ജീവിതം, കുടുംബജീവിതം അല്ല, ജോലി, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫ്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സിലുള്ള വ്യക്തിയായിരിക്കും. അതായത് മുഴുവൻ സമയം പൊളിറ്റിക്സ് അല്ല, നിങ്ങൾക്ക് ജോലിയുണ്ട്, കുടുംബമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്സിൽ വിപുലമായിട്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ജോലി ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിയൻ മെമ്പറോ അങ്ങനെ, അല്ലെങ്കിൽ യൂണിയന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും സംഘടനയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഒരു സ്ഥാനക്കയറ്റമൊക്കെ കാണുന്നുണ്ട്. ചില ആളുകളെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങുന്നുണ്ടാവും. ഒരു സ്ഥാനമാനം എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അവർ തരുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് സ്ഥാനമാനത്തിന് വേണ്ടി എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയാൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജോലി രാജിവെച്ചിട്ട് അതിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യം. ബാലൻസ് കൊണ്ടുവരുന്ന ഒരു സമയമാണ് ശരിക്കും. ഈ ഒരു ലയൺ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ബാലൻസ് ആണ്. അപ്പോൾ
കുടുംബ അന്തരീക്ഷം, കുടുംബത്തിലെ ചുറ്റുപാടുകൾ, ജോലി, വിദ്യാഭ്യാസം, കരിയർ അല്ലെങ്കിൽ ഫിനാൻസ്, ഇതുപോലുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ കുടുംബവും ജോലിക്കൊക്കെ ഓടിയായിരിക്കും ജോലിക്ക് പോകുന്നത്. കാരണം ജോലിയൊന്നും പെട്ടെന്ന് തീരുന്നുണ്ടാവില്ല, ഓടി പെട്ടെന്ന് ജോലിക്ക് പോകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇരിക്കാനും നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ലാതെ ചില ആളുകൾ പറയും വായു പിടിച്ച് ധൃതി പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ പറയും. അതുപോലുള്ള സാഹചര്യത്തിൽ നിന്നും മാറി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വേൾഡ് എനർജിയാണ്, ഇതൊരു ലിറ്ററൽ വേൾഡ് ട്രാവലാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നത് ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി ആ പ്ലാനൊക്കെ ആയിട്ടുണ്ട്, ആ ഒരു ലെവലിലായിട്ടുണ്ടാവാം. അല്ലാതെ മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും റീഡിങ്സ് കേൾക്കുമ്പോൾ ആളുകൾ പോയി ചിന്തിക്കുന്നത് അവരുടെ പ്രസന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക. നമ്മളൊക്കെ ഒരിക്കലും ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ഫ്യൂച്ചറിൽ ഇന്ന സ്ഥലം, നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ കാണാൻ ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഞാനൊരു സമയത്ത് സിനിമകൾ കാണുന്ന സമയത്ത് ഇപ്പോൾ പഴയ ഹിന്ദി സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ സിനിമകളിലാണെങ്കിൽ പോലും ഇപ്പോൾ DDLJ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ പോകുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ പഴയ സിനിമകളിൽ നെതർലാൻഡ്സിൽ ട്യൂലിപ്പ് ഗാർഡൻസിൽ പോകുന്നത്, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ പോകുന്നത്, മൗണ്ട് ഇറ്റ്ലീസിൽ പോകുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ളതൊക്കെ ഒരു സമയത്ത് വിഷ്വലൈസ് ചെയ്തിരുന്നു. ഇന്ന ആളുടെ കൂടെ അല്ലെങ്കിൽ ഇന്ന സിറ്റുവേഷനിൽ എന്നുള്ളത്. ആ വിഷ്വലൈസ് ചെയ്തത് പിന്നീട് ഒരിക്കൽ സത്യമായിട്ട് മാറുന്നത് നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഫ്യൂച്ചർ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെയാണെന്ന് നമുക്ക് കാണാൻ ആദ്യം പറ്റണം, എങ്കിലാണ് ആ ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വണ്ടർഫുൾ എനർജിയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ. ഒരിക്കലും അത് നശിപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് മെസ്സേജാണ് പൈൽ നമ്പർ 2 പറയുക. മണി, ഫിനാൻസ്, കരിയർ, വേൾഡ് ട്രാവൽ, വേൾഡ് ട്രിപ്പ്, അതേപോലെ എഡ്യൂക്കേഷൻ ആൻഡ് പേഴ്സണൽ ലൈഫിൽ ബാലൻസ്, ഇതെല്ലാം ഒത്തിണങ്ങുന്ന ഒരു ടൈമാണ്. നിങ്ങളിപ്പോൾ ഏറ്റവും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോവുക മുന്നോട്ടേക്ക്. ഏതാണോ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്, ഓക്കെ, ആ ഒരു ഒറ്റ കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഈ 88 പോർട്ടൽ ഓപ്പണിംഗ് ടൈമിൽ നമുക്ക് പറ്റുമെങ്കിൽ ആ ടൈമിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വീഡിയോസ് അതിന് മുമ്പോ ആ ദിവസമോ നമുക്ക് ചെയ്യാവുന്നതാണ്. നോക്കാം. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൈൽ നമ്പർ 2 എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്യേണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള എനർജി ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് എന്ന് തന്നെ പറയാം. ഓക്കെ, പുതിയ തുടക്കങ്ങൾ, ഫിനാൻസ്, കരിയർ, എല്ലാ അർത്ഥത്തിലും ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ 8 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സോ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന അവസരങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ കൺമുമ്പിൽ വരുന്നത്. പല ആഗ്രഹിച്ച കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ, ആഗ്രഹിച്ച ജോലിയിലേക്ക് കയറാൻ പറ്റിയ, ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താൻ പറ്റിയ ഷോർട്ട് കട്ട്സ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ചതിനനുസരിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്. നിങ്ങൾ വളരെ നിങ്ങൾ എംപവേർഡ് ആണ്. സെൽഫ് ഇംപ്രൂവ്മെന്റ് ലൈഫിൽ വരുന്ന ഒരു സാഹചര്യമാണ്, ഉണ്ടാകുന്ന സാഹചര്യമാണ്. പ്രണയം, അതേപോലെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ എന്ന് പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ പഠിക്കുക, റിസർച്ച് ചെയ്യുക. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് സ്വയം നിങ്ങൾ ശ്രമിക്കുക, ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾ എല്ലാത്തിനും ഒരു വഴി കണ്ടെത്തി ഇംപ്രൂവ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഓക്കെ, സ്ട്രോങ് മെസ്സേജാണ്, വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ്. അപ്പോൾ പൈൽ നമ്പർ 2 ഇതായിരുന്നു നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. സോ പൈൽ നമ്പർ 3 ലയൺ പോർട്ടൽ ഓപ്പൺ ആണ്. ലയൺ ഗേറ്റ് പോർട്ടൽ 8/8, അതായത് ഓഗസ്റ്റ് 8 ലയൺ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. Let's see pile number 3.
ഫസ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഷെൽസ് എനർജിയാണ്. ക്വീൻ ഓഫ് ക്രിസ്റ്റൽസ്, 10 of acorns, 4 of shells, 3 of acorns. File number 3, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് ഷെൽസ് എനർജി ടു സ്റ്റാർട്ട് വിത്ത്. ഈ ഒരു എനർജി നിങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഫ്രോഗാണ്. പേജ് ഓഫ് ഷെൽസ് എനർജി എന്ന് പറയുമ്പോൾ അതായത് പേജ് ഓഫ് കപ്സ് എനർജി, നിങ്ങളുടെ ലൈഫ് പുതിയൊരു തുടക്കമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. ഫ്രോഗ്, നമ്മളിപ്പോ ഈ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഫ്രോഗ് നമുക്കറിയാം, ഫ്രോഗ് ഇസ് എൻ ആംഫിബിയൻ, അതായത് കടലിലും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവി. ഈ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? രണ്ടിടങ്ങളിലും ഒരേ സമയം ട്രാൻസിഷൻ ആണ്. അതായത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഒരു പക്ഷെ നിങ്ങളുടെ എനർജി ആവും. ഈ ഒരു ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങളുടെ കണക്ഷൻസ് ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഈ മെറ്റീരിയലിസ്റ്റിക്, അതായത് ഭൗതികമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ മാത്രമല്ല, മറിച്ച് മറ്റൊരു സ്പിരിച്വൽ വേൾഡായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിന്റെ ഒരു അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ സ്വപ്നത്തിൽ കാണുമ്പോൾ അത് വളരെ ഫാൻസി ആയിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നും. പക്ഷെ റിയാലിറ്റി അതല്ല എന്നൊക്കെ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ഒരു സ്വപ്ന ലോകത്ത് എന്താണോ കാണുന്നത് അത് റിയാലിറ്റി ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് മൈൻഡ് അവോയ്ഡ് ചെയ്താൽ മതി. ക്രിയേറ്റീവ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാവും ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ലൈഫിൽ ഒത്തിരി നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉള്ളവരും ഇപ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ട്രാൻസിഷൻ ഫേസിലായിരിക്കാം ചില ആളുകൾ, അതായത് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ്, സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലായിരിക്കാം, ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം. ഇമാജിൻ ചെയ്യാൻ ആസ് മച്ച് ആസ് പോസിബിൾ പറ്റണത്രയും നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ചില സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എനർജി, ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും വളരെ പുറത്ത് വളരെയധികം ഒട്ടും അൺറൊമാൻറ്റിക് ആണെന്ന് പറയും ചില ആളുകൾ. പക്ഷെ അത് ബാഹ്യമായിട്ട് ചില ആളുകൾക്ക് അത് കാണുന്നുണ്ടാവും. ആ ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമേ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഈ പറയുന്ന വ്യക്തി വളരെ റൊമാൻറ്റിക് ആണെന്നുള്ളത്. അത് എല്ലാവരുടെ അടുത്തും കാണിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയുടെ അടുത്ത് മാത്രം കാണിച്ചാൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് മാത്രം അറിഞ്ഞാൽ മതിയാവും. പക്ഷെ ആ വ്യക്തിക്കെങ്കിലും അറിയണം. അതായത് നിങ്ങളുടെ ചില സൈഡ്സ് ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കാം. നിങ്ങളുടെ സ്ട്രോങ് സൈഡ്, നിങ്ങളുടെ ശരിയായിട്ടുള്ള ചില സൈഡ്സ് ചില ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി. അതായത് പറയേണ്ട കാര്യങ്ങളോ കാണിക്കേണ്ടടുത്തോ പറയേണ്ടടുത്തോ മാത്രം കാണിക്കുകയോ പറയുകയോ ചെയ്യുക എന്നുള്ളതാണ്. സ്പിരിച്വൽ എനർജീസ്, നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഫിലോസഫിയൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു ഫിനാൻസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാഷ്, ഫിനാൻസ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫീൽഡിലുള്ളവർക്ക് അതുമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗിൽ അതുമായിട്ടുള്ള ഒരു കണക്ഷനുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഫിലോസഫി സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി സംസാരിക്കാൻ പറ്റില്ല. സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഇപ്പോൾ നിങ്ങളൊരു സയന്റിഫിക് കോൺഫറൻസിലാണെങ്കിൽ യു ആർ നോട്ട് ഡിസ്കസിങ് സ്പിരിച്വാലിറ്റി ദയർ. കാരണം അത് വേറൊരു ലോകമാണ്. അവിടെ സംസാരിക്കേണ്ടത് എന്താണോ അത് അവിടെ സംസാരിക്കാം. സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കാം. അപ്പോ അതുപോലെയാണ് ഇതിവിടെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എന്താണെന്നുള്ളതും എവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. സോ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക്, വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യൂൻ ഓഫ് ക്രിസ്റ്റൽസ് എനർജി പറയുമ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷനിൽ ലൈഫിൽ പല കാര്യങ്ങളും പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വരുന്ന ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് ടൈമിൽ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത്. ഹെഡ്ജോഗ് എനർജിയാണ്. വളരെയധികം ക്ലോസ്ലി കണക്റ്റഡ് ടു മദർ എർത്ത് എനർജി ആണെന്ന് പറയാം. അതായത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ചില
നിങ്ങളുടെ സങ്കല്പങ്ങൾ ഉണ്ടാവും, പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സമയം ചെലവഴിക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ അതിലേക്ക് മുന്നോട്ടേക്ക് പോകുക. അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് നോക്കിയിട്ടല്ല നിങ്ങളുടെ ജീവിതം തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം നെഗറ്റീവായിട്ടുള്ള പല ആളുകളും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു സംരക്ഷണ വലയം തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു പോർട്ടൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുക, നേച്ചറുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനായിട്ട് ടൈം എടുക്കുക. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പല നെഗറ്റീവ് എനർജീസിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തീർക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കൂടുതൽ സമയം ഇപ്പൊ ഗാർഡനിങ് ആണെങ്കിൽ അല്ലെങ്കിൽ നേച്ചർ വോക്ക് നടത്തുക, അതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, ചെടികളും അല്ലെങ്കിൽ കൃഷി പോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നൊരു സമയമാണ് ഈ ഒരു സമയം. അതേപോലെ ഈ ഒരു ടൈം നിങ്ങൾ 88 പോർട്ടൽ ഓപ്പണിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിച്വൽസും കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡീക്ലട്ടറിങ് ചെയ്യുക. ഡീക്ലട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബാഹ്യമായിട്ടുള്ള വസ്തുക്കളുടെ മാത്രമല്ല, ഡീക്ലട്ടർ യുവർ മൈൻഡ്. നമ്മൾ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ വീട് അടക്കി വൃത്തിയാക്കി വെക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഡീക്ലട്ടറിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അത് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ബാഹ്യമായിട്ടുള്ളതിലേക്ക് നോക്കാതെ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉള്ളിലുള്ള പൊടിയൊക്കെ അടിച്ചു തൂത്ത് പുറത്ത് കളയാന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ഭയം, വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എനർജി, മറ്റുള്ളവരോടുള്ള ദേഷ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസ് ഒക്കെ റിലീസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കട്ടെ ഇത്. ഈ ഒരു സമയം അത് നിങ്ങളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് അത് സഹായിക്കും. സ്വത്തും സമ്പത്തും സുഖവും എന്നുള്ളതിന്റെ ഓടൊപ്പം തന്നെ മനസ്സിനൊരു സമാധാനവും സ്വസ്ഥമായിട്ടുള്ള ജീവിതം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും. 10 of Acorns എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന സമയമാണിത്. നല്ലൊരു എനർജിയാണ്, കാരണം അത് ജോലി സംബന്ധമായിട്ട് പ്രധാനപ്പെട്ട പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പ്രമോഷനുള്ള സാധ്യത, ഉയർന്ന പൊസിഷനിലേക്ക് പോവുക, ശമ്പള വർധനവ്, അതുപോലെ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ, അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ആവാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ചില ആളുകളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ചില ആളുകൾ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മറ്റ് വിദേശ രാജ്യത്തേക്ക് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ, ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ തീരുമാനങ്ങളും, എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നു. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പലരും സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ പുതിയൊരു കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, വിദേശത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ ചാൻസസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ 4 of Shells എനർജിയാണ്. ചില ആളുകൾ, പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ചില ആളുകൾക്ക് ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട് നൊസ്റ്റാൾജിയ അതുപോലുള്ള കാര്യം ഒക്കെ, പച്ചപ്പും ഹരിതാപയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഇപ്പൊ തൽക്കാലം ആരും നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യം കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക, നേച്ചറായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, പ്രകൃതിയായിട്ട് സമയം ചെലവഴിക്കുക. അതുപോലെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സഹായം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് എവിടെയാണെങ്കിലും, ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് നിങ്ങൾ സൃഷ്ടിക്കുക തന്നെ വേണം, നിങ്ങളായിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുക, അവിടെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ മാത്രമല്ല എന്നുള്ളത് പറയുന്നു. കാരണം ഇവിടെ ചില ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകൃതിയിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അത് നേച്ചർ വോക്ക് ആയിരിക്കാം, പുറത്ത് നടക്കാൻ പോകുക ഏതെങ്കിലും നാഷണൽ പാർക്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, വീക്കെൻഡ് ട്രിപ്പ്, 1 day ട്രിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം
ഇപ്പോൾ ഡിവോഷണൽ സോങ്സ് അല്ലെങ്കിൽ മെലഡീസ് അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്, ചില ആളുകൾക്ക് നൃത്തം ചെയ്യുന്നതൊക്കെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സീക്രട്ട് അലോൺനെസ് എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില ആളുകൾ ജീവിതം നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. എവിടെയാണോ നിങ്ങൾ എത്തി നിൽക്കുന്നത്, ഇനി മുന്നോട്ടേക്ക് പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെ എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു സമയത്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പലതും മനസ്സിലാക്കുകയാണ് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ആത്മനിർവൃതി തരുന്ന കാര്യം എന്താണ് എന്നുള്ളത്. കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങൾ വരുന്നത് പുതിയ ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇത് എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരു ചുവടുവയ്പ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകുന്നു പറഞ്ഞ പോലെ തന്നെ എല്ലാം കാലേ കൂട്ടി മനസ്സിലാക്കാൻ, ദൂരക്കാഴ്ച എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ദൂരക്കാഴ്ച ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇപ്പത്തേക്ക് മാത്രം ചിന്തിച്ചിട്ടല്ല, നാളെ മറ്റന്നാളെ എന്നുള്ളതല്ലാതെ കുറച്ച് വർഷം കഴിഞ്ഞാൽ അതിലേക്ക് പോയാൽ എന്താവും, അല്ലെങ്കിൽ ഇനി 2 വർഷം കഴിയുമ്പോൾ ഇതിലേക്ക് ഇറങ്ങി എന്താ സംഭവിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതിപ്പോൾ നിങ്ങളുടെ കരിയർ ആണെങ്കിലും കുടുംബജീവിതത്തിലും പല കാര്യങ്ങളിലും മക്കൾക്ക് വേണ്ടിയിട്ട് പോളിസീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതോ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ മെയിൻ തീം സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, മറ്റൊരു ലെവലിൽ നിങ്ങളുടെ ഒരു വിസ്റ്റം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്, ഒരു ജ്ഞാനം നേടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. ധൃതി പിടിച്ച ഒരു തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ല. പലരും നിങ്ങളെ ധൃതി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ധൃതി പിടിച്ചൊന്നും തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ആങ്സൈറ്റി ഒന്നുമില്ല. കുറച്ച് വൈകിയാണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആലോചിച്ചിട്ട് തന്നെ എടുക്കണം എന്നുള്ള ഒരു നിശ്ചയത്തിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.